കോഴിക്കോട് കൂടരഞ്ഞിയിൽ വന്യജീവി കിണറ്റിൽ വീണു. കടുവയാണോ പുലിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചു. കൂടരഞ്ഞി സ്വദേശി കുര്യന്റെ ഉടമസ്ഥതയിലുള്ള കിണറ്റിലാണ് വന്യജീവിയെ കണ്ടത്. കയറുന്ന രംഗമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് ഒത്തൊരു സാധനമാണ്. അത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിനെ പറ്റി വാലിന് നല്ല നീളമുണ്ട്. കടുവയാണോ പുലിയാണോ എന്തായാലും ആ എൽസിപ്പെട്ട ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല സൈസ് ഒത്ത സാധനമാണ്. ഞാനും കണ്ടു. ഇവിടെ പണിക്കാരനുണ്ടായിരുന്നു. ആ പണിക്കാരൻ ആദ്യം കണ്ടു. എന്നോട് പറഞ്ഞു കിണർ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതിന്റെ പേരിൽ ഞാൻ പെട്ടെന്ന് വന്നതേ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ചെന്നപ്പോൾ പെട്ടെന്ന് പുത്തിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത്. ജിതിൻ കോട്ടൂർ എന്ന് പറഞ്ഞ ഒരാള് പുലിയോ കടുവയോ എന്തോ ഒരു സാധനം വന്നു കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അവര് വണ്ടി കൊണ്ട് പോകുമ്പോൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഏതായാലും അവിചാരിതമായിട്ട് ഇത് കിണറ്റി കുടുങ്ങിയിരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ വരികയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സ്ഥിരീകരണമായിട്ടില്ല. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുകയാണ്. ഇംതിയാസ്, നല്ല ആഴമുള്ള കിണറാണോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? ഉള്ളത് കൂടരഞ്ഞിയിലെ സ്വദേശിയായിട്ടുള്ള കുര്യന്റെ വീട്ടുപറമ്പിലെ കിണറാണിത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് കിണറ്റിലൊരു വന്യജീവി വീണിട്ടുണ്ട് എന്ന രീതിയിൽ ആളുകൾ നാട്ടുകാർ ആ വീട്ടുകാർ ആദ്യം പറയുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ അത് കടുവയാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് ഈ കൃത്യമായിട്ടൊരു വ്യക്തമായ ചിത്രം അതിനുള്ളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് കടുവയാണോ പുലിയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അവർ വിശദമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്നുള്ള ചിത്രമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഈ കിണറിനകത്ത് തന്നെ ചെറിയൊരു ഗുഹ പോലെ, ഒരു മാളം പോലെയുള്ള സ്ഥലമുണ്ട്. ആ മാളത്തിനകത്തേക്ക് ഈ വന്യജീവി ഇപ്പോൾ കയറിയ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പുറത്തിറങ്ങാത്തത് കൊണ്ടും ഇത് എന്താണ് ജീവി എന്ന് ഇതുവരെ വ്യക്തമാക്കാൻ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മധു. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.